ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 21. ഹനുമാൻ ലങ്കാപുരിയിലെ അശോകവനിയിൽ സീതാദേവിയെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ച് ദേവിയിൽ നിന്ന് ചൂടാരത്നവും അടയാളവാക്യവും വാങ്ങിക്കുന്നു. അടയാളവാക്യമായി ദേവി പറയുന്നത് ഒരു കഥയാണ്. പണ്ട് ശ്രീരാമനും സീതയും ചിത്രകൂടാചലത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ദേവേന്ദ്രപുത്രനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് സീതാദേവിയെ ആക്രമിച്ചു. കാക്ക സീതയെ ആക്രമിച്ചത് കണ്ട് കോപം വന്ന ശ്രീരാമൻ ഒരു പുൽക്കൊടി എടുത്ത് ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച് പുൽക്കൊടി അസ്ത്രമാക്കി കാക്കയ്ക്കു നേരെ അയച്ചു. രാമാസ്ത്രത്തിൽ നിന്ന് രക്ഷ നേടാനായി ജയന്തന് ശ്രീരാമനെ തന്നെ അഭയം പ്രാപിക്കേണ്ടതായി വന്നു. ശ്രീരാമനെ അഭയം പ്രാപിച്ച ജയന്തന് മരണം സംഭവിച്ചില്ല. പക്ഷേ രാമാസ്ത്രം നിഷ്ഫലമാവാതിരിക്കാൻ ജയന്തന് ഒരു കണ്ണ് നഷ്ടമായി. അടയാളവാക്യമായി സീതാദേവി പറഞ്ഞ ഈ കഥയും ചൂടാരത്നവും കൊണ്ട് ഹനുമാൻ ശ്രീരാമദേവന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഹനുമാൻ ഓർത്തത്, താൻ ഇവിടെ ശ്രീരാമദൂതനായി എത്തിയത് രാവണനെ അറിയിക്കണ്ടേ? അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാലോചിച്ച് ചുറ്റും നോക്കി. സീതാദേവി ഇരിക്കുന്ന ഒരു ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഹനുമാൻ തച്ചുടയ്ക്കാൻ തുടങ്ങി. വൃക്ഷലതാദികൾ പിഴുതെറിഞ്ഞു, ഗോപുരങ്ങൾക്ക് നാശം വരുത്തി. അവസാനം വലിയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് സിംഹനാദത്തോടുകൂടി അലറുകയും ചെയ്തു. ഇത് കേട്ട് ലങ്കാവാസികൾ പരിഭ്രാന്തരായി. ഏതോ ഒരു കൃമി ലങ്കാനഗരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത രാവണന്റെ കാതുകളിലും എത്തി. വാനരനെ പിടിച്ചുകെട്ടാൻ രാവണൻ രാക്ഷസ സൈന്യത്തെ അയച്ചു. പോയ എല്ലാവരെയും ഹനുമാൻ കാലപുരിയിലേക്ക് അയച്ചു. തുടർന്ന് ഹനുമാന് നേരെ പഞ്ചസേനാധിപന്മാരെ അയച്ചു. പഞ്ചസേനാധിപന്മാരും വാനരനാൽ വധിക്കപ്പെട്ടപ്പോൾ രാവണൻ 7 മന്ത്രിപുത്രന്മാരെ അയച്ചു. അവരെയും ഹനുമാൻ വധിച്ചു. തുടർന്ന് ഹനുമാനെ നേരിടാൻ പോകുന്നത് രാവണപുത്രൻ അക്ഷകുമാരനാണ്. അക്ഷകുമാരനെയും ഹനുമാൻ കാലപുരിക്ക് അയച്ചു. പുത്രന്റെ മരണവാർത്തയറിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന രാവണനെ കണ്ട് ഇന്ദ്രജിത്ത് നേരിട്ട് ഹനുമാനോട് യുദ്ധത്തിനിറങ്ങി. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ ബന്ധിച്ചു. ബന്ധനസ്ഥനായ ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണ സന്നിധിയിൽ എത്തിച്ചു. രാവണൻ വാനരനോട് നീ ആരാണെന്ന് ചോദിക്കുന്നു. മറുപടിയായി, ഞാൻ ഹനുമാൻ, ശ്രീരാമന്റെ ദൂതനാണ്. സീതാദേവി വിട്ടയക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ശ്രീരാമന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ ആദ്യം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ട് കോപാകുലനായ രാവണൻ ഹനുമാനെ കൊല്ലാനായി ആജ്ഞ പുറപ്പെടുവിച്ചു. ഇതെല്ലാം കേട്ട രാവണന്റെ സഹോദരനായ വിഭീഷണൻ ദൂതനായി എത്തുന്ന ഒരാളെ വധിക്കുന്നത് ധർമ്മമല്ല എന്ന് രാവണനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ രാവണൻ പറഞ്ഞു, വാനരന്മാർക്ക് വാലിലാണല്ലോ ശൗര്യം. അതിനാൽ അവന്റെ വാലിൽ തീ കൊളുത്തി വാദ്യമേളങ്ങളോടെ നഗരപ്രദക്ഷിണം നടത്താൻ ഉത്തരവിട്ടു. ഹനുമാന്റെ വാല് കത്തിക്കാൻ വേണ്ടി രാവണന്റെ സൈന്യം വാലിൽ വസ്ത്രങ്ങൾ ചുറ്റിയപ്പോൾ വാല് നീണ്ടുപോയി. വസ്ത്രങ്ങൾ തികയാതെയായി. പിന്നെയും വസ്ത്രങ്ങൾ എത്തിച്ച് ചുറ്റി തുടങ്ങി. കൊണ്ടുവന്ന വസ്ത്രങ്ങൾ കഴിഞ്ഞു, പക്ഷേ വാൽ വീണ്ടും ബാക്കിയായി. ഇത് വീണ്ടും തുടർന്നു. അവസാനം രാക്ഷസ സൈന്യം വാലിൽ തീപിടിപ്പിച്ചു. ഇത് സംഭവിച്ചതും വാനരനല്ലേ? നേരെ ഇറങ്ങി അവിടെയുണ്ടായിരുന്ന ഗോപുരങ്ങളും മരങ്ങളും മുന്നിൽ കണ്ട എല്ലാ സാധനങ്ങളും തീ വെച്ച് നശിപ്പിച്ചു. എന്നാൽ സീതാദേവി ഇരിക്കുന്ന ഉദ്യാനവും വിഭീഷണന്റെ ഗൃഹത്തിനും ഒരു നാശവും വരാതിരിക്കാൻ ഹനുമാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് ഹനുമാൻ സീതാദേവിയെ പോയി കണ്ടു പറഞ്ഞു, ഞാൻ ദേവിയെ ഇവിടെ നിന്നും ഇപ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഉടനെ സീതാദേവി പറഞ്ഞു, അത് എന്റെ നാഥനായ ശ്രീരാമചന്ദ്രന് ഏറ്റവും മോശമാണ്. അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് രാവണനെ വധിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോകും. നീ ധൈര്യമായി പോയി എന്റെ വൃത്താന്തങ്ങളെല്ലാം ശ്രീരാമനെ അറിയിക്കുക എന്ന് പറഞ്ഞ് ഹനുമാനെ പറഞ്ഞയച്ചു. ഹനുമാൻ തിരിച്ച് ലങ്കാപുരിയിൽ നിന്ന് മഹേന്ദ്രജാലം ലക്ഷ്യമാക്കി ചാടി. തിരിച്ചെത്തി ശ്രീരാമചന്ദ്രനെ കണ്ടു തൊഴുതുകൊണ്ട് പറഞ്ഞു, കണ്ടു ഞാൻ സീതാദേവിയെ. അങ്ങ് ലങ്കാപുരിയിൽ അശോകവനിയിൽ ശിംശിമ വൃക്ഷച്ചുവട്ടിൽ രാമരാമേതി ജപിച്ച് വിഷമിച്ചിരിക്കുന്ന സീതാദേവിയെ ഞാൻ കണ്ടു. ലങ്കാപുരിയിൽ നടന്ന എല്ലാ വൃത്താന്തങ്ങളും ശ്രീരാമനോട് ഹനുമാൻ പറഞ്ഞു. മാത്രമല്ല സീതാദേവി നൽകിയ ചൂടാരത്നം ശ്രീരാമനെ ഏൽപ്പിച്ച് അടയാളവാക്യവും പറഞ്ഞു. അവിടെയുണ്ടായ എല്ലാവർക്കും സന്തോഷമായി. സീതാദേവിയെ കണ്ട് തിരിച്ചു വന്ന ഹനുമാനെ എല്ലാവരും അനുമോദിച്ചു. ശ്രീരാമൻ ഗാഠമായി പുണർന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്രീരാമദേവന്റെ അനുഗ്രഹത്തോടെ സുഗ്രീവന്റെ സ്നേഹത്തിന് പാത്രമായി ഹനുമാൻ വിളങ്ങി നിന്നു. ഇവിടെ സുന്ദരകാന്ഡം അവസാനിക്കുകയാണ്. ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു. ഹരേ രാമ ഹരേ രാമ.